ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഡാൽഗോന കോഫി കേക്കാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വേറെ ലെവൽ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ കോഫി കേക്കൊക്കെ ഒരുപാട് പേരുണ്ടാക്കി ഹോം ബേക്കേഴ്സിന്റെ അടുത്ത് നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു കേക്കാണ്. പക്ഷെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അതിനെ കഴിഞ്ഞും ഒരു പടി മുകളിലാണ്. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ കോഫിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ഉണ്ടാക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കേക്ക് സോക്ക് ചെയ്യുന്ന സിറപ്പാണെങ്കിലും കേക്കിന്റെ ക്രീം ആണെങ്കിലും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഡാൽഗോന കോഫി കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡാൽഗോന കോഫി കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ബ്രൂവിന്റെ പാക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ 5 രൂപയുടെയും 10 രൂപയുടെയും ഒക്കെ പാക്കറ്റ് കിട്ടും. ഇത് വാങ്ങിച്ചാൽ മതി. നമുക്ക് മുഴുവനായിട്ടും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തിളച്ച വെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. വെള്ളം ആദ്യം അധികം ചേർക്കരുത്. വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളത് നന്നായിട്ട് അടിച്ചെടുക്കണം, ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡാൽഗോന കോഫിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ വെള്ളം കുറച്ചുകൂടെ കൂടുതൽ ചേർത്താൽ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടും, പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ സാധാരണ ആ ഒരു കോഫി കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഡാൽഗോന കോഫിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിസ്ക് വെച്ച് ചെയ്യാം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈ വെച്ച് അടിച്ച് നല്ല കൈയുടെ പണി തീരും. എന്നാലും അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒരു ഹൈ സ്പീഡിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പഞ്ചസാര ഒന്ന് കൂടെ മെൽറ്റ് ആയിട്ടൊക്കെ ഒന്ന് വരാനായിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിക്കുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കുറെ കൂടെ ഫ്ലഫി ആയിട്ട് വരും. പക്ഷെ ആദ്യമേ ഒരുമിച്ച് കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു വൈറ്റ്, ഒരു പെയിൽ കളർ ആയിട്ടുണ്ട്. ഇത് മതി. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. നാളത്തേക്കൊക്കെയാണ് എടുക്കേണ്ടതെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ ഒരു വിഷമം വിചാരിക്കേണ്ട. നമ്മുടെ മിക്സിയിൽ നമ്മൾ ചെയ്യില്ലേ, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നാൽ മതി. ഒരു 30 സെക്കൻഡ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം 1 മിനിറ്റ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 സെക്കൻഡ് ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാൽഗോന കോഫി ഇല്ലേ, അതിന്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 15 സെക്കൻഡ് ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിക്കാം. ഒരു 15 സെക്കൻഡ് ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5.5 ഇഞ്ചിന്റെ ട്രേ ആണ്. ആ ട്രേയിൽ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തു, ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ മിക്സിയിലൊക്കെ ചെയ്യുന്നവർ മിക്സിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പാണ്. ഒരു സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ച് ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സ്മെല്ല് വരുന്നോന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചിലപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ ആവും കേട്ടോ, ആ തീയുടെ ചൂടിനനുസരിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. കേക്ക് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഡാൽഗോന മിക്സ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തിളച്ച പാല് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സാക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വരട്ടെ. നല്ല ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്ററിലേലും ഒരു വിഷമോ വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ വിസ്ക് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രീം വിപ്പായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ദാൽഗോണ കോഫി മിക്സ് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാട്ടോ അത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണാണ് ദാൽഗോണ കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നന്നായിട്ട് വടിച്ചെടുത്തതിന് ശേഷം അടുത്ത ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കാം. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട് തന്നെ. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് നടുഭാഗമൊന്നും പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല. നല്ല ഫ്ലാറ്റായിട്ട് തന്നെ ഒരേപോലെ ലെവലിലാണ് പൊങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നടുഭാഗം പൊങ്ങുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പല വീഡിയോയിലും പല കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കണം. ഇത് നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പേടിയാണെന്നുണ്ടെങ്കിൽ ട്വെയിൻ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പണ്ടത്തെ വീഡിയോയിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറും കട്ട് ചെയ്തു എടുത്ത് വെക്കാണ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം. ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്. ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ദാൽഗോണ കോഫി വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് പക്ഷേ സോക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കരുത്. സെറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ സോക്ക് ചെയ്യുക. അപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ടേൺ ടേബിളിന്റെ മുകളിലേക്ക് നമുക്ക് കേക്കിന്റെ ബോർഡ് വെച്ച് കൊടുക്കാം. കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കോഫി സിറപ്പ്, ദാൽഗോണ കോഫി സിറപ്പ്. നമ്മുടെ ദാൽഗോണ കോഫി ക്രീം ആക്കി കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാട്ടോ ചെയ്യുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താലും മതി. അതെല്ലായിടത്തും തേച്ച് ഒരു പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട്. അവിടെ ചിക്കുവിന് ഇപ്പോൾ ഇതൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഇടണ്ട എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ദാൽഗോണ കോഫി കേക്കില്ലേ, അപ്പോൾ ആ ഒരു ദാൽഗോണ കോഫി കുടിക്കുമ്പോൾ അതിലൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല വായിലിട്ടാൽ അലിഞ്ഞങ്ങ് പോകുന്ന തരത്തിലുള്ള ഒരു കേക്ക് ആയിരിക്കട്ടെ. അതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇടുന്നില്ല. ഇവിടെ 3 ലെയറും വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സൈഡിലേക്കും തെറിച്ച് നിൽക്കുന്നതൊക്കെ ഒന്ന് ഞങ്ങൾ തേച്ചങ്ങ് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ക്രീമും കൂടെ സൈഡിൽ തന്നെ ആക്കി കൊടുക്കാം. നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡൊന്ന് പിടിച്ചെടുത്തൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഗിവ് അവേയിൽ ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ മറക്കണ്ട. പെട്ടെന്ന് തന്നെ പങ്കെടുത്തോളൂ. അപ്പോൾ വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതുപോലത്തെ സിക്സാഗിലുള്ള സ്ക്രേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൊക്കി പ്രസ് ചെയ്ത് നീക്കി അങ്ങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും. ഫുള്ളായിട്ട് അങ്ങ് നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ചുകൂടി ഒരു ടീസ്പൂണും കൂടെ ദാൽഗോണ കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒന്ന് കറക്കി എന്നൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണേ. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല കേട്ടോ, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ക്രീം ഇല്ലാത്ത ഭാഗം താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലേക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡിസൈനിൽ നിന്ന് ചെറിയ ഡിസൈനിലേക്കാക്കി കൊണ്ടുവരികയാണ്. 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഡാൽഗോണ കോഫി കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കോഫി കപ്പും സോസറും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അതിന് മാച്ചാവുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാരമൽ കൊണ്ടല്ല ചെയ്യുന്നത്, ഡാൽഗോണ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അത്ര വരെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിലേക്ക് ഇരിക്കട്ടെ. നമ്മൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഡാൽഗോണ കാൻഡിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട്, ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കാൻഡിക്ക് ഒരു കൈപ്പരസായി പോകും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് പൊങ്ങി പതഞ്ഞു വന്നിട്ട് അങ്ങ് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പരിവാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞങ്ങ് വരും. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ബേക്കിംഗ് സോഡ കൂടും തോറും നമ്മുടെ ഈ കാൻഡി പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. വെറുതെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് അടിഭാഗത്തൊരു ഡിസൈനുള്ള ഒരു ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഐസോട് കൂടി തന്നെ ആ പാത്രം അങ്ങ് അതിൻ്റെ മുകളിൽ പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പതുക്കെ അങ്ങ് എടുക്കാം. പതുക്കെ എടുത്ത് പൊക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റ് ആകും. കാരണം തണുത്തിരിക്കുന്നതല്ലേ, ഐസല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഒരു ആന്റിക് സോസർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് മെൽറ്റ് ചെയ്ത് ഡാൽഗോണ ആക്കിയെടുത്തതാണ്. അത് നമുക്കൊരു കപ്പ് ഷേപ്പ് ആക്കിയെടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഏത് സൈസിലുള്ള കപ്പാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ബൗൾ എടുക്കാം. ബൗളൊന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നല്ല തണുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സോ ചെറിയ പാത്രമോ എന്താന്നുള്ള കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് പതുക്കെ ഒന്ന് ഉള്ളിലോട്ട് അങ്ങ് വെച്ച് അമർത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് അമർത്തണ്ട, കുറച്ച് മാത്രം ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം ചെയ്യാനായിട്ട് ഒരുമിച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കണ്ട കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോകും. അപ്പം അതുകൊണ്ട് ഓരോ ഡെക്കറേഷനും ഓരോ പ്രാവശ്യം മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ചെയ്യാനുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഗ്ലാസ് അങ്ങ് പൊക്കിയെടുക്കാം. ഗ്ലാസ് അധികം അങ്ങോട്ട് തണുത്തിട്ടില്ല കേട്ടോ. നേരത്തെ നമ്മൾ വെച്ചതുപോലെ ഐസ് വാട്ടർ വെച്ച് കട്ടയായ ഐസോട് കൂടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. ഇത് അത്ര അങ്ങോട്ട് തണുപ്പില്ല, അത് വലിയ തണുപ്പൊന്നും ഇല്ലാത്ത ഗ്ലാസ്സാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസിന്റെ മേലേക്ക് കുറച്ച് ഒട്ടി പോന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് ഫ്രീസറിൽ നിന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഡിമോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുള്ളേ. പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇങ്ങനെ നീക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കപ്പ് റെഡി ആയിട്ടുണ്ട്. ആന്റിക് കപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ കപ്പ് പോലത്തെ കപ്പാണ് വേണ്ടതെങ്കിൽ അതുപോലത്തെ കപ്പിനകത്ത് ഒഴിച്ച്, പക്ഷെ ഉള്ളിൽ ഇറക്കി വെക്കാനുള്ള ചെറിയൊരു ഗ്ലാസ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. കോഫിയുടെ കപ്പ് റെഡിയായി. ഇനി സ്പൂണും കൂടെ വേണ്ടേ. അപ്പോൾ ഇതിന് എൻ്റെ അടുത്തൊരു മോൾഡ് ഉണ്ടായിരുന്നു, അതിലൊരു സ്പൂണും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാലം മുമ്പുള്ള ഒരു മോൾഡാണിത്. ഇതിപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. തപ്പി കിട്ടുകയാണെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ ജസ്റ്റ് ഒരു സ്പൂൺ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒന്നിൽ മാത്രം ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതേപോലെ മെൽറ്റ് ചെയ്ത് ഒരു തരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മോൾഡ് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുത്ത് നല്ല കട്ടിയായതിനു ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുള്ളത് കാണാം. പതുക്കെ എടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. പിന്നെ അത് മാത്രമല്ല, ബേക്കിംഗ് സോഡ നമ്മൾ ഇടുന്ന ബേക്കിംഗ് സോഡ ഇച്ചിരി കൂടി പോയാലും പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മളിപ്പം സാധാരണ ഫോണ്ടന്റിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേ ചെയ്ത് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരോട് പ്രത്യേകിച്ച് പറയുക ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മെൽറ്റായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. വളരെ സെൻസിറ്റീവാണ് സംഭവം. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ സാധാരണ കപ്പല്ല കേട്ടോ, ആൻറ്റീക്ക് കപ്പും സോസറുമാണ്. നമ്മുടെ സ്പൂണും കൂടെ സൈഡിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്, കപ്പും സോസറും എല്ലാം ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഈ സ്പൂണും കപ്പും ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ, നല്ലൊരു മുട്ടായിയുടെ ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കടിച്ചാലൊക്കെ പൊട്ടുകയും ചെയ്യും, അങ്ങനെ അധികം ഹാർഡും അല്ല. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം, കുറച്ച് വെള്ള ക്രീം ആദ്യമേ അടിച്ചതെടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ, കുറച്ച് മാത്രം മതി. അത് നമുക്ക് നടുക്കായിട്ട് അങ്ങ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് കോഫി പൗഡർ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ജസ്റ്റ് ഒരു ബ്രഷിലാക്കിയിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദാൽഗോണ കോഫി കേക്കാണ്. അതിൻ്റെ ഡെക്കറേഷനും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് സൈഡിലായിട്ട് ആ ഡിസൈനിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് മുകളിലും ഇട്ടിട്ടുണ്ട്, താഴ്ഭാഗത്തും ഇട്ടിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റായി. എന്താണ് ഒരു ഭംഗി! നമ്മുടെ ഒരു വെറൈറ്റി ദാൽഗോണ കോഫി കേക്ക്, നല്ല ഭംഗിയുണ്ട്. ഇത് എൻ്റെ ബർത്ത്ഡേ കേക്കാണ്. ബർത്ത്ഡേയുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബർത്ത്ഡേ വ്ളോഗ് കണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി എന്ന് പറഞ്ഞ് ഒത്തിരിയും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഒരു കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ആ ബർത്ത്ഡേ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നമ്മളിപ്പോഴത്തെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ ഒരു കൊച്ചു പരിഹാരമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഒരു ചെറിയ പീസാട്ടോ കട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ കേക്കാട്ടോ, 1/2 കിലോ വരുന്ന കേക്കാണ്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ആർക്കും കേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ 1/2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കിയത്. അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല എന്താ പറയുക, നല്ല കോഫിയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുന്ന ദാൽഗോണ കോഫി കേക്ക് കഴിക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അടിപൊളി, എന്താണ് ദാൽഗോണ കോഫി കുടിക്കുന്ന അതേപോലെ ഉണ്ട്. ശരിക്കും അടിപൊളി കേക്കാട്ടോ, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണ്. ദാൽഗോണ കോഫി കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോഫി കേക്കിന്റെ കഴിഞ്ഞും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു കേക്കാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ സ്പൂൺ അവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കോഫി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.